ഹായ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആയതുകൊണ്ടാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഒരു ചാനൽ തന്നെ വേറൊരു പുതിയ ഒരു കാര്യം കൂടി, പ്ലേലിസ്റ്റും കൂടി നമ്മൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അനൗൺസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, കാത്തു നിൽക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, ഇനി വരാൻ പോകുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസം നമ്മുടെ യൂട്യൂബിൽ നമ്മൾ എന്തുണ്ടായിട്ടില്ല, വീഡിയോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായി എന്നും നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ഇറങ്ങും. ഇപ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക്സ് ആണ്. ബേസിക്സ് ഇങ്ങനെ പോയിട്ട് പിന്നെ അഡ്വാൻസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ വേറെ ഒരു പ്ലേലിസ്റ്റാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ പറഞ്ഞ വെബ് ഡെവലപ്മെൻറ്റ് മാത്രം അല്ലാതെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ മോട്ടിവേഷൻ, അതായത് നിങ്ങൾ ലൈക്കും പിന്നെ ഷെയർസും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. അതായത് ഒബ്ജക്റ്റ് എന്നുള്ളത് ഒരു മെയിൻ പാർട്ടാണ്. ഒബ്ജക്റ്റ് വെച്ച് മൾട്ടിപ്പിൾ സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു, ജാവാസ്ക്രിപ്റ്റിൽ വെച്ച് ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യാം, അത് എങ്ങനെ കോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് അറിയില്ല ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ പോയി കാണുക. കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം കൺഫ്യൂഷനായി മാറും. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് ഇവൻറ്റ്സ് ആണ്. ഇവൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒബ്ജക്റ്റ് കഴിഞ്ഞോ ചോദിച്ചാൽ ഇല്ല, മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഡ്വാൻസ് ഒരു പ്ലേലിസ്റ്റ് വരുന്നുണ്ട്. അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻസ് കോർ ലെവലിലെ ഒരു കാര്യം, കൺസെപ്റ്റ് വേറൊരു പ്ലേലിസ്റ്റാക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബേസിക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് ആദ്യം പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ ഇവൻറ്റ്സ് എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ജാവാസ്ക്രിപ്റ്റിൽ ഇവൻറ്റ്സ് എന്നുള്ളത് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അതായത് ഫോർ എക്സാമ്പിൾ ഓൺ ക്ലിക്ക്, ഓൺ മൗസ് ഓവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവരാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രോപ്പറായി പറഞ്ഞിരുന്നതാണ്. ഇവൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ HTML എലമെൻറ്റ്സ് വെച്ച് ഒരു കാര്യം ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ ആ ആക്ഷനെ ആക്സസ് ചെയ്ത് ആ രീതിയിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഇവൻറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് വേണ്ടത്, ഒന്ന് HTML എലമെൻറ്റ്സ് ഉണ്ടാവും. ആ എലമെൻറ്റ്സ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇവൻറ്റിനെ അക്വയർ ചെയ്യുന്നത്. എന്നിട്ട് എന്താണോ നമുക്ക് വേണ്ടത് ആ ഇവൻറ്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, യൂസറിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇവൻറ്റ്സ്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് അതൊരു ഇവൻറ്റാണ്. പിന്നെ ഒരു മൗസ് കൊണ്ടുപോയിട്ട് മൗസിൻ്റെ കേഴ്സറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു ബട്ടൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ബട്ടൻ്റെ കളറൊക്കെ മാറുന്നത്, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ഷൻസ് നടക്കണം. നമ്മളൊരു ഇവൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഒരു മൗസ് ഓവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആക്ഷൻസ് നടക്കണമെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇവൻറ്റ്സ്. കുറേ ഇവൻറ്റ്സ് ഫങ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ഇന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഓൺ ക്ലിക്ക്. എന്താണ് ഓൺ ക്ലിക്ക്? ഓൺ ക്ലിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് നടക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ കുറച്ച് ടെക്സ്റ്റ് ഉണ്ടാവും. വെൽക്കം ടു വെസ്ലൻ എന്നുള്ള ഒരു എന്തുണ്ടാവും, ടെക്സ്റ്റ് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അത് വെൽക്കം ടു വെസ്ലൻ എന്ന് മാറിയിട്ട് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, ഹായ് വെസ്ലെന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒരു കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം, അത് വെച്ച് ചെയ്യുന്നതിൻ്റെ പേരാണ് ഇവൻറ്റ്സ്. ഇവൻറ്റ്സ് ഇരിക്കുമ്പോൾ അതായത് ക്ലിക്കാണ് നമ്മൾ ഇവൻറ്റ്സ് എന്നുണ്ടെങ്കിൽ ഓൺ ക്ലിക്ക് എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ ആ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് കുറച്ച് HTML എലമെൻറ്റ്സ് ഉണ്ട്. ആ ബോഡീൻ്റെ ഉള്ളിൽ ഒരു H1 ടാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയാം, നമ്മുടെ വെബ് ഡിസൈനിങ് ചാലഞ്ച് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അത് പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണും. ആ ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, അവരിൽ നിന്ന് ഉത്തരം കിട്ടും. ഓക്കെ,
എന്നിട്ട് ഇവിടെയും ഇതേപോലെ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ അതായത് സംശയങ്ങളോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക, നേരെ പോയി സംശയങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പറായി ഉത്തരം അവിടുന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാം. അതായത് വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്താണ്, ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അത് വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. വെൽക്കം ടു വെസ്ലും ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, ഒരു ബട്ടൺ ആഡ് ചെയ്യാണ്. ഓക്കെ, ഒരു ബട്ടൺ കൊടുക്കുന്നു, ബട്ടൺ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സബ്മിറ്റെന്നോ അല്ലെങ്കിൽ ആക്ഷനെന്നോ എന്തെങ്കിലും കൊടുക്കുകയാണ്. ആക്ഷൻ എന്ന് കൊടുക്കും, തൽക്കാലം ആക്ഷൻ എന്ന് കൊടുത്ത് സേവ് ചെയ്തു. സേവ് ചെയ്ത ശേഷം നമുക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, ആക്ഷൻ എന്നുള്ളത് ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ എന്നുള്ള ബട്ടൺ. ഇനി എന്താ നമ്മുടെ ആവശ്യം, ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, നമുക്ക് ഒരു ഫങ്ഷൻസോ കാര്യങ്ങളോ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻസ്പെക്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇൻസ്പെക്ട് നമുക്കൊന്നും കാണുന്നില്ല. ഇതാ ആക്ഷനിലൊന്നും നമുക്ക് സംഭവിക്കുന്നില്ല. പക്ഷേ ഈ ആക്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. ആ ഫംഗ്ഷൻ വെച്ചിട്ട് ഇവിടെ നമ്മൾ ആവശ്യം ഇപ്പോൾ എന്താ വെച്ചാൽ വെൽക്കം ടു വെസ്ലൻ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്നാണ്. അത് മാറ്റിയിട്ട്, അത് വെസ്ലൻ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വെസ് ഹബ് എന്നാക്കണം. വെസ് ഹബ് എന്നുള്ളത് നമ്മുടെ ഒരു ഇവിടുത്തെ ഹബിൻ്റെ പേരാണ്, നമ്മൾ പഠിപ്പിക്കുന്ന ഹബിൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് എന്താ വെസ്ലൻ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്ന് മാറ്റിയിട്ട് വെസ് ഹബ് ആക്കി മാറ്റണം. അപ്പോൾ അതിനെന്താ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞിരുന്നു, ക്ലിക്കിൽ ഒരു ഇവൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഇവൻറ്റ് ഫംഗ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പേരുണ്ട്, അതിൻ്റെ പേരാണ് ഓൺ ക്ലിക്ക്. ആ ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, കോൾ ചെയ്യുക. ബട്ടൺ അതെവിടെയോ കോൾ ചെയ്യുന്ന ബട്ടൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓൺ ക്ലിക്ക് ആഡ് ചെയ്താൽ തന്നെ അവിടെ നിങ്ങൾക്ക് സജഷൻസ് കാണും, ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് എന്താണ് നമുക്ക് ഫംഗ്ഷൻ വേണ്ടത്, ആ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ എഴുതി കൊടുത്താലും മതി. നേരെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഡോം എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെയും എഴുതാൻ പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എഴുതുന്നില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്രത്യേക ഒരു ഫയലുണ്ട്, ആ ഫയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ഡോക്യുമെൻ്റ് എന്താ, അതായത് ഡോം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ഡോം എന്താ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയാണ് എനിക്ക് കോൾ ചെയ്യേണ്ടത്. ഓക്കെ, കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഫംഗ്ഷനെയാണ് കോളിംഗ് എന്നുള്ളത് നടക്കുന്നത് ഫംഗ്ഷനാണ്. വേറൊരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാം, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഹാർട്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഫംഗ്ഷൻ എന്നുള്ളത്. ഫംഗ്ഷൻ ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ഈ ജാവാസ്ക്രിപ്റ്റിൽ പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടുതൽ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ളത് ഒരു ഹാർട്ട് പോലെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷനെ കുറിച്ച് പ്രോപ്പറായി പഠിച്ചിരിക്കണം. ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കാതെ തന്നെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പ്രോപ്പറായി പഠിക്കണം. ഈ പറഞ്ഞ ഫംഗ്ഷൻ എന്താ, ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ കോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കോളിംഗ് നടക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു ഫംഗ്ഷൻ വേണ്ടേ, ആ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. നമ്മൾ പറഞ്ഞൊരു മൾട്ടിപ്പിൾ നമുക്ക് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എഴുതാം, ആരോ ഫംഗ്ഷൻ എഴുതാം, നെയിംഡ് ഫംഗ്ഷൻ, അനോണിമസ് ഫംഗ്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അതൊന്ന് പോയി കാണാം. കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു ക്ലിക്ക് എന്ന് കൊടുക്കണം. ക്ലിക്ക് ഫംഗ്ഷൻ നടക്കുന്നത്, ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ക്ലിക്ക് എന്ന് ഫംഗ്ഷൻ നെയിം കൊടുത്തു, എന്നിട്ട് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പിന്നെ അതുപോലെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ലോഗ് ചെയ്യാൻ വേണ്ടി പറയുന്നു. സംഭവം വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയണ്ടേ, ആ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗ് എന്ന് കാണിക്കുന്നു. ലോഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്യണം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, കൺസോൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ടോ. അത് വേണ്ട, നമുക്കത് ഒഴിവാക്കിയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇവൻറ്റ് കാണിക്കണം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ബ്രൗസറിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അലേർട്ട് എന്നുള്ളത്. ആ അലേർട്ട് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ അലേർട്ട് എങ്ങനെ വരിക എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അലേർട്ട് കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. സ്റ്റാർട്ടഡ് എന്ന് ഞാനിപ്പോൾ കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ക്ലിക്ക്ഡ് എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ക്ലിക്ക്ഡ് എന്ന് ഞാൻ കൊടുത്തു, സേവ് ചെയ്തു.
പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ ഒരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്താൽ നമ്മൾ കോൾ ചെയ്യണം അല്ലേ. അപ്പോൾ കോൾ ചെയ്യുന്ന എവിടെയാണ്? കോൾ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ HTML പേജ് വന്നിട്ട് ആ HTML-ലാണ് നമ്മൾ കോൾ ചെയ്യേണ്ടത്. അതായത് ഓൺ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് പ്രീ ഡിഫൈൻ ഫംഗ്ഷനാണ് ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുക്കേണ്ടത് ആ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കണം. ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫംഗ്ഷൻ നെയിം എന്താ, ക്ലിക്ക് എന്നുള്ളത് വേണ്ട. ക്ലിക്ക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സംഭവമാണ് ക്ലിക്ക്, ഓൺ ക്ലിക്ക് എന്നുള്ളത്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈ ഫങ്ഷനോ ഇല്ലെങ്കിൽ മൈ ക്ലിക്ക് നോക്കാം. മൈ ക്ലിക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, മൈ ക്ലിക്ക് എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, അതേ നെയിം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, മൈ ക്ലിക്ക് എന്നുള്ളത്. ഓക്കെ, ക്ലിക്ക് എന്നുള്ളത് കൊടുത്തു. ക്ലിക്ക് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. ഞാൻ പറഞ്ഞു കോൾ ചെയ്യുന്ന ടൈമിൽ എന്താണ് ഫംഗ്ഷൻ കോളിംഗ്, എന്താ ഫംഗ്ഷൻ്റെ നെയിം ഉണ്ടാവും, ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസിങ് ഉണ്ടാവും, അതാണ് ഫംഗ്ഷൻ കോളിംഗ്. ഇനി സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോവാം. അപ്പോൾ എന്ത് ചെയ്യാം, മൈ ക്ലിക്ക് ഫംഗ്ഷൻ നമ്മൾ വിളിച്ചതിന് ശേഷം നമുക്കൊന്ന് പോയി നോക്കാം. പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു റിഫ്രഷ് ചെയ്യുക. പേജ് റിഫ്രഷ് ചെയ്തതിന് ശേഷം ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഒരു അലേർട്ട് ബോക്സ്. ഇതാണ് അലേർട്ട് ബോക്സ്. ഈ അലേർട്ട് ബോക്സ് ആണ്. കുറച്ച് പ്രോംപ്റ്റ് ബോക്സ് എന്തുണ്ട്, ഈ പറഞ്ഞതുപോലെ ജാവാസ്ക്രിപ്റ്റിലുണ്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അലേർട്ട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം, പോപ്പപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കിയാൽ മതി. ഇവിടെ എന്താ ക്ലിക്ക്ഡ് നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക്ഡ് എന്ന് കൊടുത്തപ്പോൾ ക്ലിക്ക്ഡ് എന്താ ഈ ഫംഗ്ഷൻ വർക്കായി, ആ അലേർട്ടാണ് വർക്കായിട്ടുള്ളത്. ഓക്കെ, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവിടെ പോയി. ഇനി നേരെ മറിച്ച് അലേർട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, console.log-ആണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ലോഗ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ലോഗ് കൊടുത്ത് ക്ലിക്ക്ഡ് എന്ന് കൊടുത്തതെങ്കിൽ നമുക്ക് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കൺസോളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആക്ഷൻ പ്രിൻ്റ് ചെയ്യുന്നത്. കണ്ടോ, ക്ലിക്ക്ഡ്, വീണ്ടും ക്ലിക്ക്ഡ്. അപ്പോൾ 1 2 3 അവിടെ കണ്ടോ, എത്ര വട്ടം ക്ലിക്ക് ചെയ്യുന്നു അത്ര വട്ടം ഇവിടെ എന്ത് ചെയ്യും, നമ്പർ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് അത്ര വട്ടം ക്ലിക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ ആവശ്യം എന്താ, ഇവിടെ വെസ്ലൻ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, വെസ് ഹബ് ആക്കി മാറ്റണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ആണെങ്കിൽ ID, ഓക്കെ, ID കൊടുത്തതിന് ശേഷം എന്താണോ ID ആ ID കൊടുക്കുക. നമ്മളിവിടെ എന്ത് ചെയ്യുക, ആദ്യം പോയിട്ട് ഇവിടെ ID കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ H1 ടാഗിന് മൊത്തത്തിലൊരു ID കൊടുക്കുകയാണ്. ID എന്താണ്, ID ഞാൻ എന്തോ ഹെഡിങ് എന്ന് കൊടുക്കുന്നു, ഹെഡിങ്. അപ്പോൾ ആ ഹെഡിങ്ങിനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ പോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഡോട്ട് ഇന്നർ HTML, ഓക്കെ, ഡോട്ട് ഇന്നർ HTML മറക്കരുത്. ഇന്നർ HTML എന്താ, നമ്മൾ ആ കണ്ടൻറ്റ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. എന്നിട്ട് അസൈൻ എന്താണ് നമ്മളെ ആവശ്യം, എന്താ, വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് മാറ്റിയിട്ട് വെസ്ലൻ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ മാറ്റിയിട്ട് വെസ് ഹബ് ആക്കുക. ഓക്കെ, വെസ് ഹബ് എന്നാക്കി കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കൂടി പോയി നോക്കാം. റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്തതിന് ശേഷം ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വെൽക്കം ടു വെസ് ഹബ് എന്നുള്ളത് മാറി കഴിഞ്ഞു. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി ഞാൻ ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ടൺ കൊടുത്തു. ബട്ടൺ എലമെൻറ്റ് നമുക്ക് എന്താണെന്ന് അറിയാം. ബട്ടൺ എലമെൻറ്റ് കൊടുത്തപ്പോൾ അതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ ഉണ്ട്. ആ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. മൈ ക്ലിക്ക് എവിടെയുള്ളത്, JS ഫയലിലാണ്. അതായത് index.jsൽ നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 14ാമത്തെ ലൈനിൽ എന്താ ചെയ്യുന്നത്, സോഴ്സ് അവിടെ നമ്മൾ സോഴ്സ് ഫയൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സോഴ്സ് ഫയലിൽ നേരെ വന്നു കഴിഞ്ഞാൽ മൈ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. അവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, എലമെൻറ്റ് മാറ്റാൻ വേണ്ടി ഡോം വെച്ചിട്ട് നമ്മൾ എന്താ ID വെച്ചിട്ട് മാറ്റുന്നുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. എന്നിട്ട് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വെൽക്കം ടു വെസ് ഹബ് എന്നുള്ളത് മാറും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇവൻറ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് മാത്രമല്ല, ഇവിടെ എന്തുണ്ട്, ഈ പറഞ്ഞതുപോലെ മൈ ക്ലിക്കിന് ഓൺ ക്ലിക്കിന് പകരം ഓൺ മൗസ് ഓവർ, അതുപോലെ തന്നെ മൗസ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് പല ഇവൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അതെന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇവൻറ്റ് ഫങ്ഷൻസ് എന്നുള്ളത്. എന്നിട്ട് ഇതേ കൺസെപ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്തതിന് ശേഷം സംശയം ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം. കീപ്പ് വാച്ചിങ്.